ഹായ്, എല്ലാവർക്കും അമേസിങ് ഫെറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയൊരു ആമ്പൽ പോണ്ട് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ആമ്പൽ പോണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊന്ന് വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഒരു പഴയ പ്ലാസ്റ്റിക് ഷീറ്റും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇഷ്ടികയും പിന്നെ അതേപോലെ കുറച്ച് ഹോളോ ബ്രിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ആമ്പൽ പോണ്ടാണിത്. ആമ്പലോ അല്ലെങ്കിൽ നമുക്ക് മത്സ്യം വളർത്താനോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. എല്ലാ ഭാഗത്തും ഇത് കല്ലുകളൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അതും കൂടെ അടിഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റാണ് നമ്മൾ വെക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് 2 ലെയറാണ് കേട്ടോ. ബെഡിൻ്റെ കവറായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ 2 ലെയറായിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ മണ്ണിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഒന്ന് വെള്ളം നിറയ്ക്കുകയാണ്. എന്നാലേ അതിൻ്റെ സ്ലോപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം നിറയ്ക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ആമ്പൽ പോണ്ട് കുറേ കാലമൊക്കെ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ മകൻ ഇതേപോലെ മുന്നേ മത്സ്യം വളർത്താൻ വേണ്ടി ഗപ്പീനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അത് കുറേ കാലം ഇങ്ങനെ ചോർച്ചയൊന്നും കൂടാതെ നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ വെള്ളം നിറച്ചു. അതിന് ശേഷം മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇതിൽ അടിഭാഗത്ത് നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആമ്പലിൻ്റെ തൈയും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ശരിക്കും ആമ്പലിലേക്ക് നമുക്ക് പച്ചച്ചാണകമാണ് വളരെ നല്ലത്. ആമ്പൽ നന്നായിട്ട് വളരാൻ. പക്ഷേ ഇവിടെ ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചച്ചാണകം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണ് ഇത്. വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ 2-3 ഗപ്പികളെയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആമ്പലിൻ്റെ അതിലേക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.